നട്ടപ്പാതിരാത്രിക്ക് മീൻ കഴിക്കാൻ കൊതി തോന്നിയാൽ എന്ത് ചെയ്യുക? ആദ്യം അതൊരു കൊതിയായിരുന്നു, പിന്നെ അതൊരു ആശയായി. രാത്രി തന്നെ കഴിക്കണം എന്നുള്ളത്, വേറെ ഒന്നും ചെയ്യാനില്ല. വണ്ടി എടുത്ത് ഇറങ്ങി. വീടിനടുത്ത് തന്നെയാണ് വരാപ്പുഴ മാർക്കറ്റ്. അങ്ങനെ വരാപ്പുഴ മാർക്കറ്റിലെത്തി. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് വരാപ്പുഴ മാർക്കറ്റിലെ നൈറ്റ് വ്യൂ ആണ്. അപ്പോൾ അതെ, എൻട്രൻസിൽ നിന്ന് കയറുമ്പോൾ തന്നെ പച്ചക്കറി കടകളാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഉണക്ക മീനൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. അവിടെ പലതരത്തിലുള്ള ഉണക്ക മീനുകളും ഉണക്ക ചെമ്മീനും ഉണ്ട്. മിഷ്യത്തിൽ ഉണക്കിയത്, ഡയറക്റ്റ് വെയിലത്ത് ഉണക്കിയത്, അതുപോലെ തന്നെ കോഴിമുട്ട, താറാമുട്ട, നാടൻ മുട്ട, പിന്നെ കടൽ മീൻ ഉണക്കിയത്, അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. അവിടെ നിന്ന് നടന്നത് മീൻ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ പലതട്ട് ഒഴിഞ്ഞിടക്കുന്നുണ്ട്. പാതിരാത്രി ആയത് എങ്കിലും ഞാൻ വാങ്ങിക്കാൻ വന്ന കരിമീൻ ഇവിടെയുണ്ട്. കണ്ടവിടെ തന്നെ അത് മേടിക്കുന്ന ശീലമില്ല. ഫുള്ള് മാർക്കറ്റ് കണ്ടിട്ട് ഓരോ തട്ടിൽ പോയി നോക്കിയിട്ടേ മേടിക്കുള്ളൂ. ഞണ്ടൊക്കെ ഉണ്ട്, നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞണ്ട്. ഓരോ മീനിൻ്റെ വിലകൾ ഇങ്ങനെ ചോദിച്ചു. ഇങ്ങനെ നടക്കണേണ്. മിക്ക തട്ടുകളും അടച്ചു പോയിട്ടുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തിരക്കും പൊതുവെ കുറവായിരുന്നു. അപ്പോൾ ഈ മീൻ മാർക്കറ്റിൽ പോയി മീൻ മേടിക്കുന്നത് ഒരു പ്രത്യേക സുഖമുള്ള ഒരു ഏർപ്പാടാണ്. ഇപ്പോൾ മാർക്കറ്റിൽ വന്നാലും എന്ത് മേടിക്കാൻ വന്നാലും അത് കണ്ടാൽ അത് വാങ്ങിക്കാതെ ഫുള്ള് മാർക്കറ്റിൽ ചുറ്റി നടന്ന് നോക്കിയിട്ടേ മേടിക്കാറുള്ളൂ. അതുപോലെ ഇങ്ങനെ മാർക്കറ്റിൽ മൊത്തം നോക്കി അടക്കണേണത്. അപ്പോൾ ഈ ഒരു മീൻ ഞാൻ ആദ്യമായിട്ട് കാണണേണ്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നൊക്കെ ചേട്ടനോട് ചോദിച്ചു. ഇങ്ങനെ നടന്നു. ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കുഞ്ഞിച്ചാള വിൽക്കണുണ്ട്. അപ്പോൾ അതിൽ നിന്ന് 1 കിലോ വാങ്ങിച്ചു. അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള അയിലയും ഉണ്ടായിരുന്നു. അയിലയും വാങ്ങിച്ചു. അപ്പോൾ ചേട്ടനോട് ഞാൻ സ്ഥിരമായിട്ട് മേടിക്കാറുള്ളതാണ്. അപ്പോൾ ഈ മീൻ മേടിക്കുമ്പോൾ ഞെക്കി നോക്കി മേടിക്കണമെന്ന് പണ്ട് മുതൽ പറഞ്ഞെന്തേക്കണ്ടുകൊണ്ട് ഇപ്പോഴും ഞാനത് ട്രൈ ചെയ്യാറുണ്ട്. അങ്ങനെ മീനൊക്കെ മേടിച്ച് അവിടെ നിന്ന് തിരിച്ചു വന്നു. നമ്മൾ കരിമീൻ കണ്ട ആദ്യത്തെ ആ തട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പോൾ ചേട്ടനോട് 1 കിലോ കരിമീൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കരിമീൻ നല്ല ഫ്രഷ് ആണോ എന്ന് തിരിച്ച് മറിച്ചൊക്കെ ഞെക്കിയും പിടിച്ചു ഒക്കെ ഞാൻ നോക്കി. അങ്ങനെ 1 കിലോ കരിമീൻ ആ ചേട്ടനോട് വാങ്ങിച്ച് തൂക്കി. നല്ല ഫ്രഷായിരുന്നു. കടമക്കുടിയിൽ കെട്ടില കരിമീൻ തന്നെയായിരുന്നു. ഈ കെട്ടില കരിമീൻ ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. ഉപ്പ് വെള്ളത്തിൽ കിടക്കുന്ന മീനുകൾക്ക് പൊതുവെ ടേസ്റ്റ് കൂടുതലായിരിക്കും. കരിമീൻ ഇവിടെ പല ടൈപ്പിൽ വരാറുണ്ട്. പുറത്തുനിന്നൊക്കെ വന്ന ആന്ധ്ര കരിമീൻ എന്നൊക്കെ പറഞ്ഞാൽ അത് കമ്പാരേറ്റീവ്ലി നാടൻ കരിമീനേക്കാളും വിലയും കുറവായിരിക്കും. അങ്ങനെ കരിമീനൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ പുറത്ത് ഈ സൈഡിൽ കാണുന്നതെല്ലാനും ഇറച്ചി കടകളാണ്. അതും കുറേ കടഞ്ഞു. ഒരു കട എന്തോ അടയ്ക്കാൻ പോണിരുന്നവരും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മീൻ മാർക്കറ്റിൽ നിന്ന് പുറത്തിറങ്ങി. മീൻ മാർക്കറ്റിലേക്ക് കയറാൻ 2 എൻട്രൻസ് ഉണ്ട്. ഞങ്ങൾ ഫസ്റ്റ് എൻട്രൻസിൽ കൂടി തന്നെ കയറി അതിൽ കൂടി തന്നെയാണ് ഇറങ്ങിയത്. ഇതുകൂടാതെ അപ്പുറത്തെ സൈഡിലൊരു എൻട്രൻസ് ഉണ്ട്. അത് ഇങ്ങനെ ഞങ്ങൾ ചിക്കൻ സെൻറ്ററിൽ ഈ താറാവിനെയൊക്കെ കളിപ്പിച്ചു. അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോൾ മാർക്കറ്റിൻ്റെ പുറത്തെത്തി. മാർക്കറ്റിൻ്റെ പുറത്ത് ഓപ്പോസിറ്റുള്ള ഈ ഫ്രൂട്ട്സ് കടയിൽ കയറി. ഈ ഓപ്പോസിറ്റ് മാർക്കറ്റിൻ്റെ പുറത്തും മെയിൻ മാർക്കറ്റിൻ്റെ പുറത്തും ഓപ്പോസിറ്റും ഫ്രൂട്ട്സ് കടയുണ്ട്. സ്റ്റാർട്ടിങ്ങും ഫ്രൂട്ട്സ് കട തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഫ്രൂട്ട്സ് കടയിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. ഞാൻ ഇവിടുന്ന് സ്ഥിരമായിട്ട് ഫ്രൂട്ട്സ് മേടിക്കുന്നതാണ്. അപ്പോൾ ഈ ചേട്ടന്മാരെയൊക്കെ അറിയാം. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ഓരോ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നോക്കി. കപ്പങ്ങയൊക്കെ ഒരു ചെറിയ കപ്പങ്ങ മതിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആ ചേട്ടനോട് ഇങ്ങനെ നോക്കി ഞാൻ നോക്കിയെടുത്തു. എനിക്ക് വേണ്ട കപ്പങ്ങ ഞാൻ തന്നെ വെയിറ്റൊക്കെ നോക്കി. അവിടെ നിന്ന് ഫ്രൂട്ട്സും വാങ്ങിച്ചു. മീനൊക്കെ ആയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. മീൻ വെട്ടി ക്ലീൻ ചെയ്തു. മസാലയൊക്കെ പുരട്ടി വറുത്തു. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നാടനും ഫ്രഷായിട്ടുള്ള മീനായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. മീൻ വറുത്തതൊക്കെ കഴിച്ചു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 11:30 ആയിട്ടുണ്ടായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. താങ്ക് യു ഓൾ.